ഉമാദേവി വാസുദേവൻ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, സവിതക്കുട്ടി നല്ല ദിവസം ഉത്സവത്തിന് വരാൻ പറ്റിയില്ല, കഞ്ഞി കുടിക്കാൻ പറ്റിയില്ല, ശ്വാസം മുട്ട്, ചുമ, പനി, ഹോസ്പിറ്റലിലായിരുന്നു. എന്നും ഓരോരോ അസുഖങ്ങളും പ്രശ്നങ്ങളും. എത്ര പാപം ചെയ്തിട്ടുണ്ടാകും ഞാൻ. കുറേ വിഷമങ്ങളുണ്ട്. അനിയത്തിക്കുട്ടി ഒന്ന് ഗുരുവായൂരപ്പനോട് പറയണേ എന്നാണ് പറഞ്ഞിരിക്കണേ. തീർച്ചയായിട്ടും ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ, എന്തിനാ ഇങ്ങനെ ചിന്തിക്കണേ? നമ്മൾ പാപം ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഗുരുവായൂരപ്പൻ ഇങ്ങനെയൊക്കെ തരണേന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നോക്കൂ, ഗുരുവായൂർ അമ്പലത്തില് അനേകം ആളുകൾ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരാളാവാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് നമ്മളെ നന്നായി വിഷമിപ്പിക്കും. പക്ഷേ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലത്തെ ഏകാദശി മുഴുവനും ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരുപാട് പാപം ചെയ്തുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലായെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അനേകം പ്രാരബ്ധങ്ങൾ നമുക്ക് ഒടുങ്ങാനുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇതൊക്കെ അനുഭവിക്കുക എന്നുള്ളതാണ്. എന്നാലും ഗുരുവായൂരപ്പനായിട്ട് നമ്മളെ മാറ്റി നിർത്തുമൊന്നുമില്ല കേട്ടോ. നമുക്ക് അത്രയും മോഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അടുത്ത വർഷത്തെ ഉത്സവത്തിന് തീർച്ചയായിട്ടും പങ്കെടുക്കാൻ പറ്റും. ഇത് ഒരാൾക്ക് വേണ്ടിയുള്ള മറുപടി അല്ല കേട്ടോ. കുറേ പേരെന്നോട് പറഞ്ഞിരുന്നു ഉത്സവത്തിന് വരാൻ പറ്റിയില്ല, നല്ല മോഹം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എന്തു മുതലാ മോഹിക്കാൻ തുടങ്ങിയ ഉത്സവത്തിന് വരണമെന്ന്? ആദ്യകാലങ്ങളിൽ നിങ്ങളും ചിന്തിച്ചിരുന്നില്ലേ, നല്ല തിരക്കാവും, ഉത്സവം കഴിയട്ടെ, പതുക്കെ പോകാം, മാർച്ച് മാസം ആവട്ടെ, ജൂൺ മാസം ആവട്ടെ, ജൂലൈ മാസം ആവട്ടെ, അപ്പൊ കുറച്ച് തിരക്ക് കുറയും, ഏപ്രിൽ മെയ്യിലൊക്കെ നല്ല തിരക്കാവും, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഓരോരുത്തരും പറയുന്നതും കാണുന്നതും വീഡിയോസിലൂടെ അറിയുന്നതും ഒക്കെ കേട്ടിട്ടല്ലേ നിങ്ങൾക്ക്, എന്നേന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചേ, പൊതുവെ എല്ലാം കണ്ടും കേട്ടും അല്ലേ നിങ്ങൾക്കും തോന്നിയത് ഉത്സവത്തിന് പങ്കെടുക്കണം എന്ന്? ഇത് ആദ്യത്തെ ആഗ്രഹങ്ങളെ ആയിട്ടുള്ളൂ. ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിലൊക്കെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കൂ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, ഒരു സാവധാന പ്രിയനാട്ടോ. കുറച്ച് സാവധാനത്തിലാണ് കാര്യങ്ങളെല്ലാം നേരെയാക്കി തരിക. പക്ഷെ നേരെയാക്കി തന്നാലുണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറത്തേക്ക് അനുഗ്രഹിക്കാൻ വേറെ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ള രീതിയിൽ അനുഗ്രഹിച്ചു തരും. അത്രയ്ക്ക് അനുഗ്രഹദായകനാണ് ഉണ്ണികൃഷ്ണൻ. പ്രാർത്ഥിച്ചോളൂ.